ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേനയും ചെമ്മീനുമായിട്ടുള്ള തീയലാണ്. അതിന് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഫ്രഷ് തേങ്ങ. അത് ചൂടായ ചട്ടിയിലേക്ക് സിമ്മിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഫ്ലെയിം. അതിൽ നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ട് മൂപ്പിക്കാം. തേങ്ങ ഈ കളർ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് 2 ചെറിയ ഉള്ളി, 3 മുതൽ 4 കറിവേപ്പില, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 കുഞ്ഞ് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി നന്നായിട്ട് മൂപ്പിക്കുക. മൂപ്പിച്ച് ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. തീ നല്ല സിമ്മിൽ തന്നെ വെക്കണം. എന്നിട്ട് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് മൂപ്പിക്കുക. നന്നായിട്ട് തേങ്ങ മൂത്താലാണ് നമ്മുടെ തീയലിന് നല്ല ടേസ്റ്റ്. അപ്പോൾ തേങ്ങ നല്ല ബ്ലാക്ക് കളറിലായിട്ട് വരും. അപ്പോൾ അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ കൈ ഇളക്കാതെ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ തന്നെ തീയലിന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും തീ കൂട്ടാനൊന്നും പാടില്ല, തേങ്ങ കരിഞ്ഞു പോവും. എന്നിട്ട് നമ്മളിങ്ങനെ കൈ മാറ്റാതെ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇനി നമുക്ക് കുറച്ച് പൊടികളുണ്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി. മെയിനായിട്ട് ആഡ് ചെയ്യേണ്ട പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തേങ്ങ മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടി ചേർക്കാവൂ. പിന്നെ ഒരുപാട് തീ കൂട്ടി വെച്ചും പൊടികൾ ചേർക്കരുത്, കരിഞ്ഞു പോകും. നമ്മളിനി നമ്മുടെ തേങ്ങയുടെ കളർ കണ്ടോ? ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മുടെ ചേന ചൂടാക്കുമ്പോഴും നമുക്ക് ചേർക്കണം. പിന്നെ 3 ടീസ്പൂൺ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിത് കാശ്മീരി മുളക് പൊടിയല്ല, എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇച്ചിരി തീയലിന് എരിവൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം പൊടികൾ ആഡ് ചെയ്യാൻ. പിന്നെ 1.5 ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ വറുത്ത ഉലുവ, അല്ലെങ്കിൽ ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഉലുവ പൊടിയും നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചുകൊണ്ടേ നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഞാൻ ജീരകം ഇടുന്നത് ഗ്യാസിൻ്റെ പ്രശ്നം ഒന്നും വരാതിരിക്കാനാണ്. ചെമ്മീൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കഴിക്കുമ്പോൾ ഗ്യാസ് വരാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10-12 ചെറിയ ഉള്ളി 2ആയിട്ട് കീറിയ ചെറിയ ഉള്ളിയാണ്. തീരെ വലുതാണെങ്കിൽ മാത്രം നിങ്ങൾ കീറിയാൽ മതി. ഇല്ലെങ്കിൽ ചെറിയ കുഞ്ഞുള്ളിയാണെങ്കിൽ അതുപോലെ തന്നെ ഇടാം. അതാണ് തീയലിനൊരു ടേസ്റ്റ്. പിന്നെ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി വരണം. ചെറിയ ഉള്ളി കൂടുതൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളി നമ്മൾ ഉള്ളിത്തീയൽ വെക്കുന്ന പോലെ തന്നെ ചെറിയ ഉള്ളി കൂടുതലിട്ടാൽ ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ 12-15ഓളം ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം. നമ്മുടെ മെയിനായിട്ട് നമുക്ക് ചേനയും ചെമ്മീനും ആണല്ലോ, അപ്പം ഉള്ളി ഒത്തിരി ഇടണ്ട. നമുക്ക് ആവശ്യത്തിനുള്ളത് ഇപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. 12-15 വരെ ഇട്ടാൽ മതി. ഇതൊരു ചെറിയ പീസ് ചേനയാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ചേനയുണ്ട്. ആ ചേന ചെറിയ ക്യൂബ്സായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ നന്നായിട്ട് ഈ ഉള്ളിയിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചേന നമുക്കറിയാമല്ലോ, ചേനയ്ക്ക് ഇച്ചിരി വേവുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം കുറച്ച് നേരം ഒന്ന് വേവിക്കണം. എന്നിട്ട് മാത്രമേ ചെമ്മീൻ ഇടാവൂ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. നമ്മുടെ ചെമ്മീനും ചേനയ്ക്കും കൂടിയുള്ള ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. പിന്നീട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേറെ ഇനി പൊടികളായിട്ട് മെയിനായിട്ടും ഇത്രയാണ്. ഇനി കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിന് എരിവ് വേണം, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത്. 1/4 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പുളിവെള്ളമാണ്, നമ്മുടെ സാദാ പുളി, കുടംപുളി അല്ല, നമ്മുടെ വാളം പുളി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എത്ര ഗ്രേവി വേണോ അത്രയും വെള്ളം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ്സോളം പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചുകൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം. തിളയ്ക്കുന്നുണ്ട്. നല്ല വലിയ ചെമ്മീനാണെങ്കിൽ കുറച്ച് വേവുണ്ട്. ചെറിയ ചെമ്മീനാണെങ്കിൽ പെട്ടെന്ന് വേവും. ആക്ച്വലി ഞാൻ
എനിക്ക് തോന്നുന്നു ചെമ്മീൻ വേവ് ഭയങ്കര കുറവാണ്. ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിലും ഷെഫൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് സീ ഫുഡിനൊക്കെ ഭയങ്കര വേവ് കുറവാണെന്ന്. നമ്മളാരും അങ്ങനെ ഒത്തിരി ഇട്ട് വേവിക്കാറില്ലല്ലോ ചെമ്മീനും നമ്മുടെ പ്രോൺസും, അതായത് നമ്മുടെ സ്ക്വിഡും ഒന്നും. ഒരുപാട് വേവ് കുറവുള്ളതാണ് സീ ഫുഡ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ പലരും ചെയ്യുന്ന തെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി ഇട്ട് വേവിക്കും. എനിക്ക് തോന്നുന്നു ചെമ്മീനൊന്നും അങ്ങനെ വേവില്ല. പിന്നെ വലിയ ചെമ്മീനാണെങ്കിൽ മാത്രം ഇച്ചിരി വേവും. ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ് ഞാൻ ഒന്ന് അടച്ച് വെച്ച്. ചേന ഒന്ന് 1/4 ഭാഗം, ഒരു അര ഭാഗം വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീനും കൂടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. അപ്പോഴത്തേക്കും ഈ ഉപ്പും പുളിയും എല്ലാം ഈ ചെമ്മീനിലും കൂടെ ഒന്ന് പിടിക്കും. ഞാൻ കുറച്ചുകൂടി പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഞാൻ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു ചെമ്മീനൊന്ന്. എന്നിട്ട് നമ്മുടെ അരപ്പ് കണ്ടോ, അരച്ചെടുത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അതായത് ഇങ്ങനെ കറക്കി നമ്മുടെ മിക്സിയുടെ ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്കും കുറച്ച് സ്ലോയിൽ കറക്കി എടുക്കുമ്പോൾ നല്ല എണ്ണ തെളിഞ്ഞ നല്ല കറുപ്പ് കളറിൽ നമ്മുടെ അരപ്പ് വരും. എന്നിട്ട് ഞാൻ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് അരപ്പിൽ കുറച്ചുകൂടി ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യണം. ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ അരപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെമ്മീനിൽ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ. കാര്യം അരപ്പിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് അരച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് എത്ര ഗ്രേവിയാണോ വേണ്ടത് അത്രയും ഗ്രേവി ഒഴിച്ചിട്ട് നമ്മളതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം, ഒത്തിരി വെള്ളമായിപ്പോയാലും ടേസ്റ്റ് കുറയും. അത്യാവശ്യം ഗ്രേവിയും വേണം, എന്നാൽ ഒരുപാട് ഇതാവാൻ പാടില്ല. നമ്മൾ യൂസ് ചെയ്ത തേങ്ങ പോലെ ഇരിക്കും നമുക്ക് അരപ്പ് കിട്ടുന്നത്. കണ്ടില്ലേ, ഇപ്പം ഞാൻ ഇത്രയും വെള്ളം ഒഴിക്കുന്നുള്ളൂ. കാര്യം എനിക്കിനി ഒരുപാട് ഗ്രേവിയൊന്നും വേണ്ട. പിന്നെ ഒത്തിരി വേവുമില്ല ചെമ്മീനും ചേനയ്ക്കും. ഇനി 1/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനിത് ഓപ്പൺ ചെയ്ത് കുറച്ചുകൂടി ഒന്ന് തിളപ്പിക്കുവാണ്. എനിക്ക് ആവശ്യത്തിന് ഉള്ള അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചേന തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.